ഞാൻ മുഹമ്മദ് സഹൽ. ഞാൻ ചടക്കല്ല, അത് സ്ഥാനം വിചാരിച്ച്. ഞാൻ മുഹമ്മദ് സഹൽ. ഞങ്ങളുടെ ലിഫ്റ്റിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള UX ഡിസൈനേഴ്സിൻ്റെ. സോ അതിൽ ഞങ്ങൾക്ക് 16 കുട്ടികളുണ്ടായിരുന്നു, 9 boys and 7 girls. ഇങ്ങനെയാ ഇതെന്താ കല്യാണം പോരെയോ? എൻ്റെ പേര് ഫാത്തിമ റന്ത. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. സ്റ്റേപ്പും ലിഫ്റ്റയും ചേർന്ന് സ്കൂൾ ഓഫ് ഡിസൈനിൽ UX ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് പണ്ടേ ഭയങ്കര പാഷനായിരുന്നു ഡിസൈൻ ഫീൽഡിലോട്ട്. എല്ലാം പോയി. ഒന്നുകൂടി പറഞ്ഞിട്ടെ, ഈ ലിഫ്റ്ററിൽ വരുമ്പോൾ എനിക്ക് ഡിസൈനിങ് UX എന്താണെന്ന് അറിയണ്ടായില്ല. സോ ഇവർ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മെൻറ്റേഴ്സ് സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ബേസിക് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ച് കാര്യം പഠിപ്പിച്ചു, ഇങ്ങനെ പ്രാക്ടിക്കലല്ല തിയറി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അത് ചെയ്യിക്കുക. അത് നമ്മളവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയല്ല. നമ്മൾ ആദ്യം അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറേ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ തിയറി കുറച്ച് ബേസിക് ആയിട്ടുള്ള തിയറി പറയും. എന്നിട്ട് അവർക്ക് ഒരു പ്രസൻറ്റേഷൻ പോലെ അവരോട് തന്നെ ആ ഒരു തിയറി ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറയുക. അങ്ങനത്തെ അവരെ കൊണ്ട് തന്നെ കുറേ ഈ ഇൻട്രാക്ട് ചെയ്യിച്ച് അങ്ങനത്തെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മെൻറ്റേഴ്സിനോട് ചോദിക്കും. അപ്പോൾ അവർക്കറിയാത്തതാണെങ്കിലും അവർ നമ്മോടൊപ്പം തന്നെ റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ എവിടെയൊക്കെ നോക്കണം, എങ്ങനെ നോക്കിയാൽ അത് കിട്ടും എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മളത് അവരെ പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് അവർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരും. ഓൾറെഡി ഒരു കോഴ്സ് എടുത്ത് അത് ഫ്ലോപ്പ് ആയതിന് ശേഷം ഈ ഒരു ടാൽഡ്രോപ്പ് എന്നുള്ളൊരു കമ്പനി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ റിസർച്ച് ചെയ്തായിരുന്നു. ബെറ്റർ ഒരു കമ്പനിയിൽ പോകുന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രീം. നൗ എനിക്ക് നല്ലൊരു പൊസിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ അക്കാദമിക് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഡിസൈനിങ്ങിലുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായത്. മോർ ദാൻ കോഡിങ്, ഡിസൈനിങ്ങിലുള്ളൊരു ഇൻട്രസ്റ്റ് മനസ്സില്ല. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ തന്നെയാണ് പിന്നെ ആഫ്റ്റർ ഡിഗ്രി ഡിസൈനിങ്ങിലോട്ട് എത്തിപ്പെട്ടത്. MCA കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയില്ല. ഓൾറെഡി എനിക്ക് 2 സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൾക്കാരുടെ വിചാരം നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിന് കുറേ പല റിസർച്ചും നടത്തി, അല്ല പല കാര്യങ്ങളും പഠിച്ച് എടുത്താണ് ആ ടൈം നമ്മൾ ചിലവാക്കുന്നത്. അല്ലാതെ നമ്മൾ സിനിമ കാണുമോ അല്ല മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയല്ല. നമ്മൾ കൂടുതൽ നമ്മുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ല അതിനകത്തിൽ എന്തുമാത്രം പഠിക്കാൻ പറ്റും, എത്ര സ്കോപ്പ് ചെയ്യാം. ഫസ്റ്റ് വന്നപാട് ഞങ്ങൾ നോട്ട് ടേക്കിങ്ങിൻ്റെ ഒരു ആപ്പ് ചെയ്തു. പിന്നെ ഒരു ക്രൈസ്റ്റ് കോളേജിൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു വെബ് പോലത്തെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ് ടീം മൊത്തമായിട്ട് ഒരു മ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 റിയൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത്, ഒന്ന് കഴിഞ്ഞു ഒരു ഡെറ്റിൻ്റെ ഒരു ഇൻവോയ്സ് പ്രൊജക്റ്റ് ആയിരുന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളൊരു 3 മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഒരു പ്യുവർ ലിങ്കിൻ്റെ പ്രൊജക്റ്റ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. നമുക്ക് മെയിനായിട്ട് ഡിസൈൻ എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഫുൾ ഫോക്കസ് ചെയ്തിട്ട് പ്രാക്ടിക്കലിലായിരുന്നു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. എൻ്റെ ഒരു ലൈഫ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ, അപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന പ്രോജക്ട്സൊക്കെ അപ്രൂവ് ആയി കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ്, അങ്ങനത്തെ ഒരു മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് വരും. ഓക്കെ, ഇത് നല്ലൊരു ഡിസൈനർ ആവാനുള്ള ഒരു കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. നല്ല സപ്പോർട്ട് തന്നെയാണ് ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും. പിന്നെ അവരും ഇതുപോലെ ടെക്കി സ്പാർക്ക്, വില്ലേജ് പാർക്ക് അതൊക്കെ കേട്ടപ്പോൾ അവരും ഇമ്പ്രസ്സായി. ഇപ്പോൾ കേരളം മൊത്തം തന്നെ ഒരു സിലിക്കൺ വാലി പ്രൊജക്റ്റ്, അവർക്കൊരു മോട്ടീവായിരുന്നു. ഇത്രയൊക്കെ നല്ലൊരു കമ്പനിയിൽ ഒരു ജോബ് കിട്ടുക പറയുമ്പോൾ എല്ലാ പാരൻസും ഒരു പ്രൗഡ് മൊമെൻറ്റിന് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുക. ഇവിടുത്തെ മെൻറ്റേഴ്സ് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ആദ്യം പറഞ്ഞപ്പോൾ അവർക്കും സംശയമായിരുന്നു എത്രത്തോളം ഡിസൈനിങ് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് അവർക്ക് അറിയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ലിഫ്റ്റ് അണ്ടറിൽ വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫുള്ള് ഓവറോൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും മനസ്സിലായി. അങ്ങനെയാണ് ലിഫ്റ്റിൽ എത്തിപ്പെട്ടത്. ഭയങ്കര കോൺഫിഡൻസ് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ജോബിന് കയറാനുള്ള കോൺഫിഡൻസ് വരെ കിട്ടിയത്. ഇപ്പം ഇവിടെ തന്നെ ഇവർ പ്ലേസ്ഡാക്കി. വീട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ അച്ഛന് നല്ല സന്തോഷമായിരുന്നു. അമ്മ എപ്പോഴും പറയുന്നത് എനിക്ക് ആ ട്രാവലിൻ്റെ ഇതിൽ തന്നെ നോക്കിക്കൂടെ, പക്ഷെ ഞാൻ ഇതിൽ നിന്നിട്ട് ഇനിയും മെച്ചപ്പെട്ടു പോവുകയാണെങ്കിൽ അത് അമ്മയ്ക്ക് അത് കാണുമ്പോൾ എൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. സ്കിൽസ് പറഞ്ഞാൽ മെയിനായിട്ട് UI ഞാൻ UX റിസർച്ചിങ് അധികം ഇഷ്ടമല്ല. മെയിനായിട്ട് UI അതായത് വിഷ്വൽ ഡിസൈൻസ് ആണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. അതുപോലെ ഈ പ്രോട്ടോടൈപ്പിംഗ് ആയാലും വയർ ഫ്രെയിം അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് സ്കില്ലൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയത് UI ബേസിൽ തന്നെ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിഗ്മ പറഞ്ഞ ടൂൾ എന്താണെന്ന് അറിയുള്ളൂ, പക്ഷേ അതിലെന്താ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ വന്നപ്പോൾ എനിക്ക് ഫിഗ്മയിൽ ഏകദേശം പുതിയ ട്രെൻഡിങ് ആയ ഇപ്പോൾ പുതിയ ഫീച്ചറായ വേരിയബിൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ
ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റി. അപ്പോൾ അതിൽ നിന്നൊക്കെ തുടങ്ങി ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ആപ്പ് ഡിസൈൻ ചെയ്യാൻ, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനൊക്കെ വന്നു. ഫീൽ സോ പ്രൗഡ്.